രാവിലെ തന്നെ വെപ്രാളപ്പെട്ട് ഫുഡൊക്കെ കഴിച്ച് ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നത് ശ്രീ മോഹൻലാലിന്റെ ഋഷഭ എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്മസിന്റെ അന്നാണ് നമ്മൾ സിനിമയ്ക്ക് പോയത്. അതുകൊണ്ട് ഒട്ടുമിക്ക കടകളും അടപ്പായിരുന്നു. ട്രിവാൻഡ്രം ഏരീസ് പ്ലെക്സിലെ ഓഡി 4-ൽ രാവിലെ 10 മണിക്കുള്ള ഷോയ്ക്കാണ് നമ്മൾ പോയത്. ഇവിടുത്തെ സ്ക്രീന് നോക്കുകയാണെങ്കിൽ തീരെ ചെറുതുമല്ല എന്നാൽ ഒത്തിരി വലുതുമല്ല. പിന്നെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഡോൾബിയുടെ സറൗണ്ട് സൗണ്ട് സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സറൗണ്ട് സ്പീക്കേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത് അമേരിക്കൻ കമ്പനിയായ ക്ലിപ്സിന്റെ സ്പീക്കേഴ്സ് ആണ്. ഇനി നമുക്ക് സിനിമയിലേക്ക് തിരിച്ചു വരാം. ആക്ടർ ശ്രീ മോഹൻലാൽ അഭിനയിച്ച തെലുങ്ക് ചിത്രമാണ് ഋഷഭ. അതിന്റെ മലയാളം ഡബ് വേർഷനാണ് നമ്മൾ കണ്ടത്. ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നെങ്കിലും വലിയ പ്രൊമോഷൻസോ കാര്യങ്ങളോ ഇല്ലാതെയാണ് സിനിമ റിലീസ് ചെയ്തത്. പുനർജന്മമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റോറിയാണ് സിനിമ പറയുന്നത്. സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒരു രാജാപാട്ട് നാടകം പോലെയാണ്. പക്ഷേ ഇതിലെ പാട്ടുകളൊക്കെ കൊള്ളാമായിരുന്നു. അത് മാത്രമാണ് ഞാൻ ഈ സിനിമയിൽ കണ്ട പ്ലസ് പോയിന്റ്. എന്തായാലും സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടിന്റെ ഹിന്റ് ഇടാത്തത് നന്നായി. സിനിമ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് അവളുടെ വീട്ടിലേക്കാണ്. പോകുന്ന വഴിക്ക് ഒരു ഫ്രൂട്ട്സ് കടയിലും കയറി. അവളുടെ അച്ഛന് നല്ല സുഖമില്ലായിരുന്നുകൊണ്ട് ഫ്രൂട്ട്സ് മേടിക്കാന്ന് കരുതി. പിന്നെ ഒരു ബേക്കറിയിലും കൂടെ കയറി. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു ബട്ടർ സ്കോച്ച് കേക്കും കൂടെ മേടിച്ചു. അതിനുശേഷം ബൈപ്പാസ് വെച്ച് പിടിച്ചൊരൊറ്റ പോക്കങ്ങ് പോയി. അപ്പോ വഴിയിൽ നൊങ്കൊക്കെ വിൽക്കുന്ന ഒരു കട കണ്ടു. അവിടുന്ന് അവക്കൊരു നൊങ്ക് സർബത്തും ഞാനൊരു കരിക്കൻ ഷേക്കും വാങ്ങി. പിന്നെ അത് ഈ ഒരു സാധനം കൂടെ അവരുകൊണ്ട് തന്നായിരുന്നു കേട്ടോ. മിനി ഷവർമ എന്നാണ് അവർ ഇതിനെ പറഞ്ഞത്. പക്ഷെ ഇതൊരു കട്ട്ലേറ്റിന്റെ രണ്ടായിട്ട് മുറിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് കഴിച്ചപ്പോൾ വലിയ സുഖമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഒരിടത്തും തിരിഞ്ഞു നിന്നില്ല, നേരെ അവളുടെ വീട്ടിലോട്ട്. ആദ്യം അവർ വിളിച്ചപ്പോൾ നമ്മൾ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളൊരു സർപ്രൈസ് വിസിറ്റ് അങ്ങ് നടത്തി. നമ്മൾ വീഡിയോ എടുക്കുന്നതൊന്നും അറിയാത്തതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ചിത്തോടെ ഒളിച്ചു കളിക്കുമായിരുന്നു. എന്ത്? ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്? മാറിക്കളയാം. പക്ഷെ ഈ വെടിയുണ്ട ലക്ഷ്യം കാണാതെ തിരിച്ചു വരത്തില്ല. അപ്പോഴാണ് അതുല്യമായ ഒരു കലാസൃഷ്ടി എന്റെ കണ്ണിലുടക്കിയത്. വേറൊന്നുമല്ല, അത് ചിത്തുവിന്റെ പുൽക്കൂടായിരുന്നു. വളരെയധികം പ്രത്യേകതകളുള്ള പുൽക്കൂടാണത്. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിലിംഗ് ഇതിൽ കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തത് ശക്തമായിട്ടുള്ള ഈ മേൽക്കൂരയാണ്. ഉള്ളിലേക്ക് നോക്കിയാൽ വിറകടിക്കിയ പോലെ പുല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും. പുൽക്കൂടിന് ജനലൊക്കെ ഉണ്ട് കേട്ടോ, ഒരെണ്ണമല്ല രണ്ടെണ്ണം. പുൽക്കൂടിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഭിത്തിയൊക്കെ കല്ല് ബാക്കി സ്ട്രോങ് ആയ നിലയിലാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ സമൃദ്ധമായി നിൽക്കുന്ന ക്രിസ്മസ് ട്രീക്ക് കൊണ്ടൊരു പ്രത്യേകത, ഇവൻ ആളൊരു വികലാംഗനാണ്. പുൽക്കൂടിന്റെ മറ്റൊരു വശത്ത് മഞ്ഞുരുകി തീരാറായ ഒരു മലയും നമുക്ക് കാണാൻ സാധിക്കും. മഞ്ഞ് പൂർണ്ണമായിട്ടൊന്നും പോയിട്ടില്ല. അവിടെ തേങ്ങ ചുരണ്ടിയിട്ട് പോലെ കുറച്ച് മഞ്ഞുതുള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. അവൾ ഇത്രയെങ്കിലും ചെയ്തില്ലേ? അവളുടെ എഞ്ചിനീയറിംഗ് മികവിനെ അഭിനന്ദിക്കണം. ക്രിസ്മസ് ആയതുകൊണ്ട് മാമി ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു. അതിനിടയ്ക്ക് മാമനും മാമിയും കേക്കിൽ അവരുടെ വിരലടയാളം പതിപ്പിച്ചു. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മാമി കേക്ക് മുറിക്കാനായിട്ട് വന്നു. ഡിസംബർ 19 ചിത്തുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് നമുക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഈ കേക്ക് അവളെ കൊണ്ട് മുറിപ്പിച്ചു. പക്ഷേ ഈ കേക്ക് വലിയ സുഖമില്ലായിരുന്നു. അകത്തുണ്ടായിരുന്നത് ഒരു ബട്ടർ കേക്ക് ആയിരുന്നു. അതുപോലെ ക്രീം ഒരുമാതിരി മരുന്ന് കഴിച്ച പോലെ ഇരുന്നു. അന്ന് അവിടെ ഭക്ഷണം വിളമ്പിയിരുന്നത് വാഴയിലയിലായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇന്നത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പോകുന്നതിന് മുമ്പേ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. മറ്റൊരവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.